പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 9-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ പരിപാലിച്ചത്, എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ചത്. ആ പോയ പകൽക്കാലത്തിനായിട്ട് കരങ്ങളെ ഉയർത്തിയിട്ട് ഒന്ന് കർത്താവിന് സ്തോത്രം പറയാമോ? നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആമേൻ. രാത്രിയിൽ തന്ന നല്ല ഉറക്കത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവകൃപയല്ലേ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചത്. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയമായി നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നപ്പ അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേക്ക് ഒന്നും തന്നെ അസാധ്യമായിട്ടില്ലാത്തതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ആ മുഖത്തേക്ക് നോക്കിയ ഞങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പിതാവേ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. 30-ാം സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞു, യഹോവേ ഞാൻ കർത്താവിനെ പുകഴ്ത്തുന്നു, കർത്താവ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കിയതുമില്ല. യഹോവേ അങ്ങൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കണമെന്ന് കർത്താവ് എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. സ്തോത്രം. യഹോവയുടെ വിശുദ്ധന്മാരെ കർത്താവിന് സ്തുതി പാടുവിൻ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ആമേൻ ആമേൻ ഒരുങ്ങിയാട്ടെ. ഏകാഗ്രപ്പെട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗം നമ്മുടെ മുകളിൽ തുറക്കപ്പെടുന്ന സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തല ചായ്ച്ച് കേൾക്കും, ചെവി ചായ്ച്ച് കേൾക്കും നമ്മൾ എന്താ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് വളരെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. അപ്പാ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരെയും അപ്പം അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണം. അങ്ങയുടെ ഹിതപ്രകാരം എല്ലാവരും ജീവിപ്പാൻ അങ്ങയുടെ കൃപ ഇറങ്ങി വരട്ടെ. പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ വ്യത്യസ്തരായി ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നിയോഗത്തിലും കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. പാപത്തെ വെറുത്ത് ആമേൻ ലോകത്തെ സ്നേഹിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ തിരുഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രേസ് വ്യാപരിക്കട്ടെ. ഈ ഭൂമിയിൽ ജയകരമായി മുന്നേറുവാൻ ആവശ്യമായ പ്രത്യേക കൃപ ഓരോരുത്തരുടെ മേലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ എല്ലാ ഇഷ്യൂസും ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയം ആമേൻ കുഞ്ഞുങ്ങളുടെ ഹൃദയം പോലെ പൂർണ്ണ ശക്തിയുള്ള, പൂർണ്ണ ആരോഗ്യമുള്ള ഹൃദയമായി മാറട്ടെ. അതുപോലെ എല്ലാ ആന്തരിക അവയവങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാ അവയവങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. ഡിവൈൻ ഹെൽത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ജീവിപ്പാൻ സഹായിക്കണം. രോഗങ്ങൾ വിട്ടുമാറട്ടെ. കഴിച്ച മരുന്ന് മുഖാന്തരം ഉണ്ടായിരിക്കുന്നതായ ആഫ്റ്റർ എഫക്റ്റുകൾ, ആമേൻ, സൈഡ് എഫക്റ്റുകൾ ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നടക്കട്ടെ. കർത്താവിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെ അങ്ങ് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ എക്സാംസ് എളുപ്പമായി തീരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറന്നു വരട്ടെ.
അത്ഭുതകരമായ ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തെമ്പാടും ഇന്ന് നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ സഭായോഗങ്ങൾ ഉണർവ് യോഗങ്ങളായി തീരട്ടെ. വലിയ ആത്മപകർച്ചയുടെ ദിവസങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നാളത്തെ നമ്മുടെ മീറ്റിംഗും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ഇന്നത്തെ സഭായോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇന്ന് സഭായോഗമുള്ള ദിവസമാണെങ്കിൽ നിശ്ചയമായിട്ടും സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. നിശ്ചയമായി അതിൽ പങ്കെടുക്കണം. നാളെ നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. അതിലേക്ക് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾ അലാം സെറ്റ് ചെയ്യുക. നാളെ, അതായത് 10-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 9:30 അത് അനുഗ്രഹമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയണം. കർത്താവ് തന്ന നന്മകളും ആരോഗ്യവും സൗഖ്യവും ഒക്കെ നിങ്ങൾ അയച്ചു തന്നാൽ നമുക്കത് സാക്ഷ്യമായിട്ട് ദൈവനാമ മഹത്വത്തിനായി കേൾക്കാൻ കഴിയും. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആലോചന എന്ന് പറഞ്ഞാൽ ദൈവപ്രസാദമുള്ളവരായി നമ്മൾ ജീവിക്കണം. ദൈവത്തെ പ്രസാദിപ്പിച്ചു വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ. നമ്മൾ കാരണം നമ്മുടെ കർത്താവിനൊരു വിഷമം ഉണ്ടാകില്ല. നമ്മൾ കാരണം നമ്മുടെ കർത്താവിനൊരു വേദന ഉണ്ടാകില്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട വരത്തില്ല. മറ്റൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ആരൊക്കെ എതിരായിട്ട് നിൽക്കുന്നോ, ആരൊക്കെ നമുക്ക് അനുകൂലമല്ലാതായോ, അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളുണ്ടായോ, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഒരു ദോഷവും വരത്തില്ല. വേദപുസ്തകത്തിൽ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. പാഷനേറ്റ്ലി സെർവ് ദ ലോർഡ് എന്നാണ് പറയുന്നത്. തീവ്രമായി ആ ഹൃദയത്തിൽ നിന്നും വളരെ ആഗ്രഹത്തോടെ ദൈവത്തെ സേവിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ് രാജാവ്. അദ്ദേഹം ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. വേദപുസ്തകത്തിൽ പറയുന്നു, തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്? താൻ ജീവിതത്തിൽ താൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശൗല് ദൈവത്തിന് പ്രസാദകരമല്ല ചെയ്തത്. അതുകൊണ്ട് ശൗലിന് എന്ത് പറ്റി? ശൗലും ശൗലിൻ്റെ കുടുംബവും ക്ഷയിച്ചു പോയപ്പോൾ ദാവീദിൻ്റെ കുലവും എന്നാ അഭിവൃദ്ധിപ്പെട്ടു വന്നു, നന്മ അനുഭവിച്ചു വന്നു, ഉയർച്ച പ്രാപിച്ചു. ദാവീദിനെ കൊല്ലുവാൻ ശൗൽ എത്രയോ പ്രാവശ്യം പരിശ്രമിച്ചു. ഒരു പ്രാവശ്യം പോലും സക്സീഡായോ ഇല്ല. ഒരു പ്രാവശ്യം പോലും ജയത്തിലെത്താൻ കഴിഞ്ഞില്ല. ദാവീദ് നയിച്ചത് യുദ്ധങ്ങളെല്ലാം ദാവീദ് ജയിക്കുക. കാരണം ദാവീദ് ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണ്. ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യനായിരുന്നു. പാപബോധമുള്ള മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിച്ചു വേണം നമ്മൾ ജീവിക്കുവാൻ. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ചാൽ, മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ചാൽ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുമ്പോൾ ദൈവഹിതം, ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നോ അതിനനുസൃതമായ ജീവിതം. ഞാൻ കാരണം എൻ്റെ കർത്താവിനൊരു വേദന ഉണ്ടാകത്തില്ല, എൻ്റെ കർത്താവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന് ദുഃഖം കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല എന്ന ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ജയകരമായി തീരും. നന്മ കൊണ്ട് നിറഞ്ഞ ജീവിതമായിരിക്കും. സംവത്സരങ്ങൾ ദൈവം നന്മ കൊണ്ട് നിറച്ചായിരിക്കും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം ഇതാണ്: കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങേക്ക് പ്രസാദകരമായ ജീവിതം നയിക്കണം, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്ത്. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. അതാണ് അദ്ദേഹത്തിന് നല്ല ബോധ്യമായി. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവിന് പ്രസാദകരമായിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു സാക്ഷ്യമുള്ളവരായി തീരണം. അതുകൊണ്ട് ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങേക്ക് പ്രസാദകരമായത് എന്തെന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണം. തിരുവെഴുത്ത് വായിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുക, എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. എപ്പോഴും ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാകുക, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. ആ പദ്ധതിക്ക് വിരുദ്ധമായതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. എൻ്റെ പ്രാണപ്രിയന് വേദന കൊണ്ടിരുന്നതായി ഒന്നും എന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ ജീവിച്ചു നോക്കി അസാധാരണമായ അനുഗ്രഹങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്ങനെ ജീവിക്കണം? ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുക.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.